ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ 14ാമത്തെ നോമ്പാട്ടോ. 14 നോമ്പ് എത്ര പെട്ടെന്നല്ലേ 14 നോമ്പായത്. നോമ്പ് ഇന്നലെ തുടങ്ങിയ പോലെ തോന്നുക, അപ്പോഴത്തേന് 14 ആയിട്ടു. അപ്പോൾ ഇന്ന് ഭയങ്കര ക്ഷീണവും കുഴക്കൊക്കെ എന്താണെന്നറിയില്ല കേട്ടോ. ഒന്ന് ഭയങ്കര ക്ഷീണം എന്താണെന്നറിയില്ല കേട്ടോ. ഒന്ന് വല്ലാത്ത ക്ഷീണവും കുഴക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കടന്നൊക്കെ നീച്ച് വരാം കേട്ടോ. കിടക്കാൻ ഇങ്ങനെ തോന്നുന്നു, എന്താണെന്നറിയില്ല. നല്ല കുഴക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ 14 നോമ്പായിട്ടോ. സമയം വേഗം പോകുന്നുണ്ടെങ്കിലും ഇന്നെന്തോ ഒരു ഇതിങ്ങനെ. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോൾ അമ്മച്ചി പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കണം. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഇന്ന് പത്തിരി കേട്ടോ. നമുക്ക് പത്തിരിയാണ്, പിന്നെ ചിക്കൻ കറിയിൽ നിന്ന് പിന്നെ ഞങ്ങൾക്കൊരു മാറ്റമല്ല കേട്ടോ. എന്നും ചിക്കൻ കറി തന്നെ. ഇപ്പം ആദ്യമൊക്കെ മീൻകാരൊക്കെ ഇതിലങ്ങ് വരലുണ്ടായിരുന്നു. ഇപ്പം മീൻകാരന് വരലില്ല കേട്ടോ. കഴിഞ്ഞ കൊല്ലം വന്നില്ല ഒന്നുണ്ട്, ഇക്കൊല്ലം വന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങാടിയിൽ നിന്നൊന്നും മീൻ കൊണ്ടുവന്നരാനും ആളില്ലല്ലോ. മീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് മീൻ തേങ്ങ അരച്ചൊക്കെ വെക്കാൻ. പത്തിരിക്ക് മീൻ തേങ്ങ അരച്ച് വെച്ചാലൊക്കെ രസമാട്ടോ. ഇന്ന് ഐസമ്മൂനും ഒന്ന് ചീച്ചിലാണ്. എനിക്ക് ഇന്ന് ഒരു കുഴക്കും തൊക്കെയാണ്. അപ്പം നോക്കും ചീച്ചില്ല കേട്ടോ, നല്ല ചീച്ചില്ല. അപ്പോൾ ചീഞ്ഞങ്ങ് നടക്കേണ്ട ഓളും. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഒരു സൈഡിൽ ഞാനും ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞാവപ്പം നീച്ചും ചെയ്തിട്ടുണ്ട്. ഓൾ ഉറങ്ങിയേനി, ഓളിപ്പോൾ നീച്ചിക്കണം. അപ്പം നമുക്ക് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. ഇപ്പം ഉമ്മച്ചി അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തായി എന്നൊക്കെ നമുക്ക് നോക്കാം. ഉമ്മച്ചി പത്തിരി ചൂടാൻ തുടങ്ങിയിരിക്കണ്. കുറച്ച് ദിവസമായില്ല ഇപ്പോൾ പത്തിരി ഉണ്ടാക്കിയിട്ട്. പിന്നെ അത് ചിക്കൻ കറിയാണ് കേട്ടോ, പത്തിരിയും. പിന്നെ അതാ ഉന്നക്കായ ഉണ്ടെന്ന്. വേറെ സ്പെഷ്യലുകളൊന്നുമില്ല അല്ലമ്മ. ഉന്നക്കായാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ. ഒന്ന് ഇവിടെ ആക്കി വെച്ചിരിക്കണം കേട്ടോ. ഇതൊന്നും ആക്കി വെച്ചിരിക്കണ്, ബാക്കി ആക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ. തീരെ ഒരു ഇതില്ലാത്തതിനോട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഒരു സുഖമില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എന്തൊക്കെ ഒരു കറിയോടും ഇടങ്ങാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോമ്പുറക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കിക്കണം കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വത്തക്ക ജ്യൂസ് തന്നെയാണ് കേട്ടോ. വത്തക്ക ജ്യൂസ് ഉണ്ട്. അതേപോലെ ഇന്ന് ഉന്നക്കായാണ്. ഉന്നക്കായ ഓളയിലുണ്ട്, ഓള് തിന്നാണ്. അപ്പോൾ ഇന്ന് ഉന്നക്കായും വത്തക്ക ജ്യൂസ്. ചൂടുണ്ടോ? അപ്പോൾ ഉന്നക്കായ് വേഗമായിട്ട് ചൂടാറൂലല്ലോ, ആ ചൂടുണ്ട്. അപ്പോൾ ഉന്നക്കായും വത്തക്ക ജ്യൂസും പത്തിരിയും ചിക്കൻ കറിയും പിന്നെന്താ ചായ കേട്ടോ നമുക്കുള്ളത്. അപ്പം ഇന്ന് ചെറിയൊരു അധിക കടികളൊന്നും ഇല്ലാത്ത, എന്നാൽ ഉണ്ടേണും പൊരി ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു നോമ്പ് തുറയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ നോമ്പ് തുറ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്കുള്ളത്. ഞങ്ങളിങ്ങനെ ബാങ്ക് കൊടുക്കണം അങ്ങനെ നോക്കിയിരിക്കാൻ കേട്ടോ. അപ്പോൾ ആങ്ങളവിടെ ഫോൺ വിളിയിലാണ്, എമ്മയായിട്ട് ഫോൺ വിളിയിലാണ്. അപ്പോൾ എന്താ എല്ലാവരും വിശേഷമൊക്കെ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. ഇജ്ജല്ലേ തിന്നണോളൂ, ഞാൻ തിന്നില്ലല്ലോ. ഓള് നോമ്പൊക്കെ തുറന്നിട്ട്, ഓള് നേരത്തെ നോമ്പ് തുറക്കും. നമ്മൾ സാധനം കൊണ്ടു നോക്കുമ്പോൾ തന്നെ ഓള് നോമ്പ് തുറക്കും. പിന്നെന്താ ഇപ്പോൾ പറയാ, ഇന്നലത്തെ നമ്മളെ പബ്സ് അടിപൊളിയാണ് കേട്ടോ. വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിനി, നല്ല ഇതുണ്ടായി കേട്ടോ. ഞങ്ങൾ അത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ ടേസ്റ്റ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇത് നമ്മളെ മൂത്തൻ്റെതാട്ടോന്നാ പറയണു. ഉന്നക്കായ ഓളാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ ഓള് ഉണ്ടാക്കിയതാണ് അതാട്ടോ പറയണത്. നമ്മളെ മൂത്തൻ്റെതാട്ടോന്നൊക്കെ പറയാം. അപ്പം നമ്മൾ ബാങ്കിനങ്ങനെ കാത്തിക്കുക കേട്ടോ. ബാങ്ക് കൊടുക്കാൻ അയക്കണ്. അപ്പോൾ സാധനമൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ബാങ്ക് ഇപ്പോൾ കൊടുക്കേക്കാരം. അപ്പോൾ ഇന്നൊരു സുഖമില്ല, അങ്ങനെ വീഡിയോ എടുക്കാനൊന്നൊരു മൂഡില്ലേനി. അപ്പോൾ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം. ടാറ്റ, ബൈ ബൈ.